ഹായ് ഫ്രണ്ട്സ്, ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സിസ്റ്റത്തിൽ ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളുമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളാണ്. ഭിന്നകങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഭിന്നകങ്ങൾ അഥവാ റേഷണൽ നമ്പേഴ്സ്. എന്താണ് ഭിന്നകങ്ങൾ? ഏതൊരു സംഖ്യയും അംശവും ഛേദവുമായി എഴുതാൻ പറ്റുകയും ഛേദം ഒരിക്കലും പൂജ്യമല്ലാത്തതും അംശവും ഛേദവും പൂർണ്ണസംഖ്യകളായിട്ടുള്ളവയുമാണ് ഭിന്നകങ്ങൾ. അപ്പോ ഭിന്നകങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്. ഭിന്നസംഖ്യകൾ ഉദാഹരണമാണ്, നാച്ചുറൽ നമ്പർ ഉദാഹരണമാണ്, ഹോൾ നമ്പേഴ്സ് ഉദാഹരണമാണ്, അല്ലെ? പൂർണ്ണസംഖ്യകൾ ഉദാഹരണമാണ്. അപ്പോ ഇതിൽ വരുന്ന ഒരു ഭാഗമാണെന്ത്? ഭിന്നസംഖ്യകൾ. ഭിന്നസംഖ്യകൾ നമുക്കറിയാം അംശവും ഛേദവുമായിട്ട് എഴുതുന്നത്. അവിടെ ഛേദം ഒരിക്കലും പൂജ്യം ആവാറില്ല. അംശവും ഛേദവും പൂർണ്ണസംഖ്യകളുമാണ്. അതുകൊണ്ട് ഭിന്നസംഖ്യകൾ ഭിന്നകങ്ങളാണ്, റേഷണൽ നമ്പർ ആണ്. അപ്പോ ഭിന്നസംഖ്യകൾ മൂന്ന് തരത്തിലുണ്ട്. ഒന്നാമത്തേതാണ് സാധാരണ ഭിന്നം. സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ. നമുക്ക് നോക്കാം എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ 1/2 ഒരു എക്സാമ്പിൾ എഴുതി. അടുത്ത എക്സാമ്പിൾ ആണ് 3/5. അടുത്ത എക്സാമ്പിൾ ആണ് 7/9. ഇവിടെ എന്താ പ്രത്യേകത? അംശം ചെറുതും ഛേദം വലുതുമാണ്. അംശം ചെറുതും ഛേദം വലുതും. അപ്പോ അത്തരത്തിലുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് വിഷമഭിന്നം. വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ അംശം വലുതും ഛേദം ചെറുതുമായിരിക്കണം. അംശം വലുതും ഛേദം ചെറുതും. നോക്കുക, 3/2 അംശം വലുതാണ്, ഛേദം ചെറുതാണ്. 5/3 അംശം വലുതാണ്, ഛേദം ചെറുതാണ്. മൂന്നാമതാണ് മിശ്രഭിന്നം. മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. എക്സാമ്പിൾ നോക്കുക. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാ? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ്. ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ്. നമ്മൾ നോക്കുക, നമ്മൾ 7.5 രൂപ നോക്കുക. അതായത് 7 രൂപേന്റെ കൂടെ 50 പൈസ കൂട്ടുന്നതല്ലേ? അപ്പോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം 7+1/2 എന്നാണ്. ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ അർത്ഥം എന്താണ്? 7+1/2 എന്നാണ്. ഇതാണ് നമ്മൾ മിശ്രഭിന്നം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഞാൻ 8/2/5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 8+2/5 എന്നാണ്. ഓക്കെ, നമുക്ക് ഇനി വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ വിഷമഭിന്നം അതിനെ മിശ്രഭിന്നമാക്കി മാറ്റുന്നു. മിശ്രഭിന്നം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻടു മിക്സഡ് ഫ്രാക്ഷൻ. ഞാനൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എഴുതി 15/2. 15/2 എന്ന് പറഞ്ഞാൽ 15നെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം, അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക, 15 എത്ര തവണ 2 പൂർണ്ണമായിട്ട് പോകും? 7 തവണ. അപ്പൊ 7 2 14. ശിഷ്ടം എന്താണ്? 1. അപ്പോ മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പൂർണ്ണസംഖ്യയും, ഇവിടെയുള്ള പൂർണ്ണസംഖ്യ 7 ആണ്, ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ്. അതായത് ഇവിടെയുള്ള ഛേദം എന്താണോ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതായത് ഇവിടെ ഹരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യ. ഇനി ശിഷ്ടമായ 1 മുകളിൽ എഴുതുക. അതായത് 7/1/2 ആണ്. അതായത് 15/2 എന്ന് പറഞ്ഞാൽ 7/1/2 ആണ്. നോക്കുക, 27/4. നമ്മൾ എന്താ ചെയ്യുക? 4 27ൽ എത്ര തവണ പൂർണ്ണമായിട്ട് പോകുന്നു എന്ന് നോക്കാം. 4 എത്ര തവണ 27ൽ പോകും? 4ന്റെ ഗുണം നോക്കുക. 7 4 ആണെങ്കിൽ 28 ആയിപ്പോയി. അപ്പോ 6 പ്രാവശ്യം. 6 4 24 അല്ലെ? 6 4 24. ഇനി 27 ആവാൻ എത്ര കൂട്ടണം? 3 കൂട്ടണം, അല്ലെ? അതായത് 6 3/4. ഒരു എക്സാമ്പിളും കൂടി നോക്കാം നമുക്ക്. 50/3. 50/3. 50ൽ 3 എത്ര തവണ പൂർണ്ണമായിട്ട് പോകും? 16 തവണ. 16 3 48 ആണ്, അല്ലെ? 16 3 48. ഇനി 50 ആവണമെങ്കിൽ എത്ര വേണം? 2. അപ്പോ 16 2/3. ഇനി നമുക്ക് തിരിച്ചു ചെയ്ത് നോക്കാം. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കി മാറ്റുക. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കി മാറ്റുക. മിശ്രഭിന്നം അതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കി മാറ്റുകയാണ്. നോക്കുക, വിഷമഭിന്നം എന്ന് പറയുന്നത്, മിശ്രഭിന്നത്തെ നമ്മൾ വിഷമഭിന്നമാക്കി മാറ്റുന്നു. ഞാൻ എഴുതി 7.5. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ 7.5. 7+1/2. ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം 7+1/2 എന്നാണ്, അല്ലെ?
അതായത് ഇവിടെ ഭിന്നസംഖ്യകളുടെ സങ്കലനമാണ് ആണല്ലോ. എങ്ങനെയാ ഭിന്നസംഖ്യകൾ നമ്മൾ കൂട്ടുക? അതായത് 7 എന്ന് പറഞ്ഞാൽ 7/1 അല്ലേ? സാധാരണയായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെയാ ക്രോസ് ചെയ്യാം? ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശം ഗുണിക്കണം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം. അതായത് 7 ഗുണിക്കണം 2. ഇനി നടുവിൽ എന്താണ് ചിഹ്നം അത് എഴുതി വെക്കുക. പ്ലസ് ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം ഗുണിക്കണം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശം 1 ഗുണിക്കണം 1 ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുന്നു. ഛേദങ്ങൾ പരസ്പരം എന്താ? 1 ഗുണിക്കണം 2 ആണല്ലോ. ഇനി നോക്കുക, 7 × 2 14 പ്ലസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 14 + 1 15/2 ആണ്. അപ്പൊ 7.5 എന്ന് പറഞ്ഞാൽ 15/2 ആണ്. അപ്പൊ നമ്മള് ഇതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് 7യെ എന്ത് ചെയ്യുന്നു? മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കി മാറ്റാൻ പൂർണ്ണസംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ചതിന് ശേഷം അംശം കൂട്ടുന്നു. അതായത് 7 2 14 14 + 1 15. പൂർണ്ണസംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ചതിന് ശേഷം അംശം കൂട്ടിയിട്ട് അംശമായി എഴുതുന്നു, ഛേദത്തെ അതേപടി എഴുതുന്നു 15/2. നോക്കാം നമുക്ക്. 8 4/5 എന്താ ചെയ്യാ? പൂർണ്ണസംഖ്യയായ 8നെ 5 കൊണ്ട് ഗുണിച്ചു. 8 5 40 40 + 4 44/5. നോക്കുക, 9 2/9 എന്താ ചെയ്യാ? 9 × 9 81 2 81 2 83 ഡിവൈഡഡ് ബൈ 9. ക്ലിയർ അല്ലേ? നമുക്കിനി ഭിന്നസംഖ്യകളിലൂടെയുള്ള ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് നമുക്ക് ക്രിയകളിലൂടെ പഠിക്കാം. നോക്കാം, ഞാനൊരു ചോദ്യം എഴുതിയിട്ടുണ്ട്. 1/10 + 2/10. നമ്മൾ നോക്കുക, 3 + 5 എന്താണോ? 3 + 5 ഇത് രണ്ട് ഇന്റിജേഴ്സ് ആണ്, പൂർണ്ണസംഖ്യകളാണ്. കൂട്ടിയപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. നമുക്കറിയാം 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്, 5 എന്ന് പറഞ്ഞാൽ 5/1 ആണ്, 8 എന്ന് പറഞ്ഞാൽ 8/1 ആണ്. അപ്പൊ ഇത് ഒരു ഭിന്നകമാണ് ആണല്ലോ. അപ്പോ ഇവിടെ എന്താ പ്രത്യേകത? സങ്കലനം ചെയ്യുമ്പോൾ ഛേദങ്ങൾ തുല്യമായത് കൊണ്ട് അംശങ്ങൾ പരസ്പരം കൂട്ടി ഛേദം അതേപടി എഴുതി അല്ലെ? അപ്പോ അതേ റൂള് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ എന്താണ്? 1/10 + 2/10 ആണ്. ഇവിടെ എന്താ? ഛേദം തുല്യമാണ് അല്ലെ? 10 അല്ലേ ഛേദം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഛേദം തുല്യമായത് കൊണ്ട് അംശങ്ങൾ പരസ്പരം കൂട്ടുന്നു. 1 + 2 3 ഡിവൈഡഡ് ബൈ 10 എന്താ എഴുതുക? അതേപടി എഴുതി വെക്കുക 3/10. നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം. 3/5 + 1/5 + 4/5 + 2/5 എന്താ നമ്മൾ ചെയ്യുക? ഇവിടെ ഛേദം തുല്യമാണല്ലോ, എല്ലാ ഛേദവും തുല്യമാണ്, 5 ആണ്. അപ്പോ ഛേദം തുല്യമാണെങ്കിലേ ഭിന്നസംഖ്യകൾ കൂട്ടാൻ പറ്റും. അപ്പൊ നമ്മൾ കൂട്ടുന്നു. 3 + 1 4 4 4 8 8 2 10 10/5. ഛേദം തുല്യല്ലേ? 10/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ക്ലിയർ അല്ലേ? അപ്പോ ഛേദം തുല്യമാണെങ്കിൽ മാത്രമേ ഭിന്നസംഖ്യകൾ കൂട്ടാനൊക്കുള്ളൂ. അടുത്തത് നോക്കാം. 3/5 + 5/3. ഇവിടെ നോക്കുമ്പോൾ ഛേദങ്ങൾ വ്യത്യസ്തമാണ്. നമുക്കറിയാം ഛേദങ്ങൾ തുല്യമാണെങ്കിലേ ഭിന്നസംഖ്യകൾ കൂട്ടാനൊക്കുള്ളൂ. നമ്മൾ പണ്ട് മുതൽക്കേ പഠിക്കുന്നതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ ചെയ്യാം? 3 ഗുണിക്കണം 3 ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശം ഗുണിക്കണം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം. 3 ഗുണിക്കണം 3 നടുവിലത്തെ ചിഹ്നം പ്ലസ് 5 ഗുണിക്കണം 5 അതായത് ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം ഗുണിക്കണം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശം ഡിവൈഡഡ് ബൈ 5 ഗുണിക്കണം 3 ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുന്നു. 5 ഗുണിക്കണം 3 നോക്കുക. 3 ഗുണിക്കണം 3 എന്ന് പറയുന്നത് 9 ആണ്. പ്ലസ് 5 ഗുണിക്കണം 5 25 ആണ്. ഡിവൈഡഡ് ബൈ 5 3 15 ആണ് അല്ലെ? ഇനി 25ഉം 9ഉം 34 34/15 ഇതാണ് ആൻസർ അല്ലെ? ഇനി നമ്മൾ നോക്കാം. ഇവിടെ ഛേദങ്ങൾ തുല്യമാണെങ്കിലേ കൂട്ടാനൊക്കൂ എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ ഇതിന്റെ ഛേദം തുല്യമായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? നോക്കാം. 3/5 പ്ലസ് 5/3 അല്ലേ? അതായത് ഇവിടെ നമുക്ക് അവസാനം കിട്ടിയിരിക്കുന്ന ഛേദം എന്താ? 15 ആണ് ആണല്ലോ.
അപ്പൊ ഈ 5നെ 15 നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചിട്ടുണ്ട്? 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അതേപോലെ ഈ 3നെ 15 5 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 3/15 5/15 ആണ്. ആഡ് ചെയ്താൽ 8/15 അല്ലേ കിട്ടുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഛേദത്തിൽ 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ 3/5നെ 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അംശത്തിൽ നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. കാരണം 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ അതിന് യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. കാരണം 5/5 1 ആണ്. ആണല്ലോ? യെസ്. ഇനി നമ്മൾ ഇതിനെ മാറ്റി എഴുതുന്നു. 3 × 3 9 പ്ലസ് 5 × 5 25. രണ്ടിന്റെയും ഛേദം 15 അല്ലേ? 15 എഴുതി വെച്ചു. 9ഉം 25ഉം കൂട്ടിയാൽ എന്താ? 34. ഇത് 15 ആണേ. 34 ഡിവൈഡഡ് ബൈ 15. ശരിയല്ലേ? 9 + 25 34 ഡിവൈഡഡ് ബൈ 15. ക്ലിയർ അല്ലേ? അപ്പൊ ഛേദം തുല്യമായിട്ടുണ്ട്. ആണല്ലോ? ഇനി നമ്മൾ നോക്കുക. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഒരു ചോദ്യമായിട്ട് എഴുതാം. മൂന്നാമതൊരു ചോദ്യമായിട്ട് എഴുതാം. നോക്കുക. 2/3 പ്ലസ് 4/7 നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുന്നു. 3 × 7 എത്രയാണോ? 21. അപ്പൊ ഈ 3നെ 7 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ മുകളിൽ നമ്മൾ 2 × 7 എത്രയാ? 14 പ്ലസ് ഇനി ഈ 7നെ 21 3 കൊണ്ട്. അപ്പൊ 4 × 3 12. 14ഉം 12ഉം 26 ഡിവൈഡഡ് ബൈ 21. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്തത് നോക്കാം. 1/6 പ്ലസ് 2/4 പ്ലസ് 1/3. ഇവിടെ 3 ഭിന്നസംഖ്യകളുടെ സങ്കലനമാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ക്രോസ് ചെയ്ത് അത് കിട്ടുന്ന റിസൾട്ടിനെ വീണ്ടും അതുകൊണ്ട് ക്രോസ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ സമയം പോകും അല്ലെ. അപ്പൊ നമുക്കറിയാം ഛേദങ്ങൾ തുല്യമാണെങ്കിൽ മാത്രമേ ഭിന്നസംഖ്യകൾ കൂട്ടാൻ ഒക്കുള്ളൂ. അപ്പൊ നമ്മൾ ഛേദം തുല്യമാക്കണം. ഛേദം തുല്യമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഛേദങ്ങളുടെ ലസാഗു എടുക്കുക. എന്താണ് ലസാഗു? ലസാഗു എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. എന്താണ്? തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. The smallest number which is divisible by the given numbers എന്നാണ്. അപ്പൊ ഇവിടെ ഛേദങ്ങൾ 6, 4, 3 അല്ലെ. ഞാൻ 6ന്റെയും 4ന്റെയും 3ന്റെയും ലസാഗു കാണുകയാണ്. അതായത് 6 കൊണ്ടും 4 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ. എന്താ ചെയ്യുക? ഞാൻ ഘടകക്രിയ ചെയ്യുന്നു. എന്തുകൊണ്ടാ ചെയ്യുക? ഞാൻ ആദ്യം ഈ 3നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യയില്ല. ഇപ്പൊ 2 ഹരിക്കാൻ പറ്റിയ ചെറിയ സംഖ്യ ഉണ്ടോ നോക്കി. ഉണ്ടല്ലോ, 2 ആണ്. അപ്പൊ 3 2 6 2 2 4 3 ഇറക്കി വെച്ചു. ഇനി വീണ്ടും 3 ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 1 ഒഴികെ വേറൊന്നുമില്ല. അപ്പൊ നമ്മൾ 2 ഹരിക്കാൻ പറ്റിയ ചെറിയ സംഖ്യ ഉണ്ടോ നോക്കിയാ. 2 സംഖ്യകൾ 3 ഉണ്ട്. ഇപ്പൊ 3 കൊണ്ട് ഹരിക്കുന്നു. 1 2 1 അല്ലെ. ഇനിയില്ല. ഇനി ഇതാ എല്ലാത്തിനെയും ഹരിക്കാൻ 1 കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പൊ നമ്മള് ലസാഗു കാണുമ്പോൾ ഈ 2 ഗുണിക്കണം 3 ഗുണിക്കണം ഈ 2 2 3 6 6 2 12. കാരണം 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ LCM എന്ത് കിട്ടി? 12 കിട്ടി. ലസാഗു 12 കിട്ടി. ഇനി അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ സംഖ്യകൾ 6 4 3 ആണ് അല്ലെ. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 6 അല്ലേ. നമ്മൾ ആദ്യം നോക്കുന്ന 6നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. നിശേഷം ഹരിക്കാൻ പറ്റില്ലല്ലോ. 6നെ 3 കൊണ്ട് പറ്റും. നമ്മൾ നോക്കുക 6ന്റെ അടുത്ത ഗുണിതം. 6ന്റെ അടുത്ത ഗുണിതം ഏതാ? 12. ഇനി 12നെ നമുക്കറിയാം 6 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും. അപ്പൊ നമ്മൾ എന്തെടുത്തു? 12 ആണ് അതിന്റെ LCM. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എന്ത് എഴുതി വെച്ചു? 12 എഴുതി വെച്ചു LCM. ഇനി നോക്കുക, ഈ 6നെ ഞാൻ 12 ആക്കാൻ എന്തുകൊണ്ടാണ് ഗുണിച്ചത്? 2 കൊണ്ടാണ്. അപ്പോ മുകളിൽ അംശത്തെയായ 1നെ 2 കൊണ്ട് ഗുണിക്കണം. പ്ലസ് ഈ 4നെ 12 ആക്കാൻ 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പോ 2നെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. പ്ലസ് 3നെ 12 ആക്കാൻ 4 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പോ അംശമായ 1നെയും നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു. ഈക്വൽ ടു 12 താഴെ എഴുതി. 1 2 2 പ്ലസ് 2 3 6 പ്ലസ് 1 4 4. നോക്കുക, അംശങ്ങൾ പരസ്പരം ആഡ് ചെയ്യുക. 4 6 10 2
12. 12/12 നമുക്ക് എന്താ കിട്ടുക? 1 ആണ് ആൻസർ. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിപ്പോ 3 ഭിന്നസംഖ്യകളാണ് തന്നത്. 4 5 തന്നു കഴിഞ്ഞാൽ നമുക്ക് LCM വെച്ച് ചെയ്യാം. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ LCM കാണാനുള്ള ഐഡിയ കൂടി ആലോചിച്ച് വെക്കുക. അതായത് LCM കാണാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. 7/1/2 പ്ലസ് 2/1/2. നമുക്കറിയാം അല്ലെ എന്താണ്? 7.5 രൂപേന്റെ കൂടെ 2.5 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താക്കും? വിഷമ ഭിന്നമാക്കി മാറ്റും. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇതിനെ മാറ്റി എഴുതാൻ. 7.5 എന്ന് പറഞ്ഞാൽ 7 പ്ലസ് അര എന്നാണ്. 2.5 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് അര എന്നാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മാറ്റി എഴുതുന്നു. എന്നിട്ട് ഈ 7നെ 2 കൊണ്ട് കൂട്ടി. 7ഉം 2ഉം 9 ആണ്. 9 പ്ലസ് അരയും കൂട്ടിയാൽ എത്രയാ? 1. കാരണം ഛേദം തുല്യല്ലേ? 9 പ്ലസ് 1 10 ആണ്. അതായത് ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ സോൾവ് ചെയ്യാം. അതായത് 7ഉം 2ഉം കൂട്ടി 9, അരയും കൂട്ടിയാൽ 1, 9 1 10. അതായത് 7.5 രൂപേന്റെ കൂടെ 2.5 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 10 രൂപയാണ്. ഇനി ഇതാ ഈ ഒരു ചോദ്യം നോക്കുക നിങ്ങൾ. 8/1/4 മൈനസ് പ്ലസ്, നമ്മൾ അഡീഷൻ അല്ലേ പറയുന്നത്, പ്ലസ് 2/1/3. നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ 8ഉം 2ഉം ആഡ് ചെയ്യുന്നു. 8ഉം 2ഉം കൂട്ടിയാൽ 10. ഇനി ഇവിടെയുള്ള ചിഹ്നം പ്ലസ് അല്ലേ? ആ പ്ലസ് ഇവിടെ എഴുതി. ഇനി ബാക്കിയുള്ള ഭിന്നസംഖ്യയാണ് 1/4 പ്ലസ് 1/3 അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 10 പ്ലസ്, ഇനി ഇതിന്റെ LCM 12 അല്ലേ? 12 എഴുതി വെച്ചു. ഈ 4 ഗുണം 3 അല്ലേ 12. അപ്പോ ഈ 4നെ 12 ആക്കാൻ 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ അംശത്തെ 1നെയും 3 കൊണ്ട് ഗുണിച്ചു. ഈ 3നെ 12 ആക്കാൻ 4 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ 1നെ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പോ 10 പ്ലസ് നമുക്ക് എന്ത് കിട്ടി? 3ഉം 4ഉം 7/12. ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? 10 7/12 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അടുത്തത് നോക്കാം. 7/3 മൈനസ് 4/3. അപ്പൊ നമ്മൾ സങ്കലനം പറഞ്ഞ പോലെ തന്നെ ഛേദം തുല്യമാണെങ്കിൽ മാത്രമേ വ്യവകലനവും ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ ഛേദം തുല്യമാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. എന്താണ്? 7ൽ നിന്നും 4 കുറച്ചു. എന്താ കിട്ടുക? 7ൽ നിന്നും 4 കുറച്ചാല് 3 അല്ലേ? ഇനി 3 അതേപടി എഴുതി. 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി നമുക്ക് ഛേദം വ്യത്യസ്തമായത് ഒന്ന് നോക്കാം. അതെ, 8/11 മൈനസ് 1/3. നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഛേദം തുല്യമാക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ആദ്യം എന്താ ചെയ്യാ? ഞാൻ ഇതാണ് ചെയ്യുന്നത്. 11 ഗുണം 3 33. ഇതിനെ 33 ആക്കാൻ 3 കൊണ്ടല്ലേ ഗുണിച്ചത്? 11നെ 33 ആക്കാൻ. അപ്പൊ 8നെയും 3 കൊണ്ട്, അതാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത് അല്ലെ? 8 3 24 മൈനസ് ഇവിടെയോ 3നെ 33 ആക്കാൻ 11 കൊണ്ട്. അപ്പൊ 1നെ 11 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 24 മൈനസ് 11. 24 10 കുറച്ചാൽ 14. വീണ്ടും 1 കുറച്ചാൽ 13. അപ്പൊ എന്താ കിട്ടുക? 13/33. ശരിയല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 5/6 മൈനസ് 2/5 മൈനസ് 2/15. അപ്പോ 3 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഛേദങ്ങളുടെ ലസാഗു എടുക്കണം. ഛേദങ്ങളുടെ ലസാഗു എങ്ങനെ എടുക്കുക? നമുക്കറിയാം, ഘടകക്രിയ ചെയ്ത് കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ വലുതാരാണ്? 15 അല്ലേ? അപ്പൊ നമ്മൾ 15നെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? കഴിയും. 6 കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ 15ന്റെ അടുത്ത ഗുണിതം ഏതാ? 15 ഗുണം 2 30 അല്ലേ? 30നെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റും, 5 കൊണ്ട് പറ്റും, 6 കൊണ്ടും പറ്റും. അപ്പൊ ഇതിന്റെ ലാസാഗു എന്താ വരിക? 30 ആണ് അല്ലേ? അപ്പൊ 30 ലാസാഗു എഴുതി വെച്ചു. ഈ 6നെ 30 ആക്കാൻ എന്തുകൊണ്ടാണ് ഗുണിച്ചത്? 5 കൊണ്ട്. അപ്പൊ 5 ഗുണം 5 എത്രയാണോ? 25 മൈനസ് ഈ 5നെ 30 ആക്കാൻ 6 കൊണ്ട്. അപ്പൊ 2 ഗുണം 6 12 മൈനസ് 15നെ 30 ആക്കാൻ എത്ര കൊണ്ടാ? 2 കൊണ്ട്. അപ്പൊ 2 ഗുണം 2 4. അപ്പോ 25 മൈനസ് 12 മൈനസ് 4 എന്ത് കിട്ടും നമുക്ക്? 9. 9/30.
9 3 തവണ പോകും, 30 10 തവണ. അപ്പോ 3/10 ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 6/3/4 മൈനസ് 3/4/5. അപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം 6 പ്ലസ് 3/4 എന്നാണ്, അല്ലെ? മൈനസ് 3 പ്ലസ് 4/5 ഇങ്ങനെ മാറ്റി എഴുതും അല്ലെ നമ്മൾ. അപ്പൊ നമ്മൾ നോക്കുക, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ, 6 പ്ലസ് 3/4 എന്ന് തന്നെ. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? മൈനസ് ഇൻറ്റു 3 മൈനസ് 3, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 4/5 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 6ൽ നിന്ന് 3 കുറക്കുന്നു. 6ൽ നിന്ന് 3 കുറച്ചാൽ എന്താ കിട്ടുക? 3 പ്ലസ് ഇനി 3/4 മൈനസ് 4/5 അല്ലേ ഉള്ളത്? 3/4 മൈനസ് 4/5 നമ്മൾ ആ ക്രിയ ചെയ്യുന്നു. 3 പ്ലസ് 4 5 20 അല്ലേ? 20. അപ്പൊ ഇതിനെ 20 ആക്കാൻ 5 കൊണ്ട്, അപ്പൊ 3 5 15 മൈനസ് 4 16. അപ്പൊ എന്ത് കിട്ടും? 3 പ്ലസ് മൈനസ് 1/20. നമ്മൾ ഇത് ക്രോസ് ചെയ്യുന്നു. 3 20 60 മൈനസ് 1 ഡിവൈഡഡ് ബൈ 20 എന്ത് കിട്ടും? 59/20. ശരിയല്ലേ? 59/20 എന്ന് പറഞ്ഞാല് 2 20 40, 2 19/20 കിട്ടും. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യാം? ഇത് ചെയ്യുമ്പോൾ 6ൽ നിന്നും 3 കുറച്ചു, എന്താ എഴുതി വെക്കുക? 3 എഴുതി വെക്കുക. ഇനി ഇവിടെയുള്ള ആദ്യത്തെ ചിഹ്നം പ്ലസ് അല്ലേ? പ്ലസ് 3/4 മൈനസ്, ഇവിടെ മൈനസ്, ഇത് പ്ലസ് ഉള്ളത് മൈനസ് ആയി മാറും. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലേ? അപ്പൊ മൈനസ് 4/5. അപ്പോ ഇത് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ഡയറക്റ്റ് ഇവിടെ എത്താൻ പറ്റും. ക്ലിയർ? അടുത്തത് നോക്കാം. 3/7 ഇൻറ്റു 14/21. ഇവിടെ ഭിന്നസംഖ്യകളുടെ ഗുണനമാണ്. ഭിന്നസംഖ്യകള് ഗുണിക്കുമ്പോൾ നമ്മൾ ചെയ്യുക, അംശങ്ങൾ പരസ്പരം ഗുണിക്കുക, ഛേദങ്ങളും പരസ്പരം ഗുണിക്കുക. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? അംശങ്ങൾ പരസ്പരം ഗുണിക്കുന്നു. 3 ഗുണിക്കണം 14 ഡിവൈഡഡ് ബൈ 7 ഗുണിക്കണം 21. ഇതാണ്. ഇനി നമുക്കറിയാം ഈ 14നെ 7 കൊണ്ട് ഹരിക്കാം അല്ലെ? അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം. 14ൽ 7 എത്ര തവണ? 2 തവണ. ഇനി ഇവിടെ നോക്കുക, 21ൽ 3 പോവല്ലോ. ഇവിടെ 3 ഒരു പ്രാവശ്യം, 21ൽ 7 പ്രാവശ്യം. അപ്പൊ എന്താ കിട്ടുക? 2/7 ആണ്, ആണല്ലോ. അപ്പോ ഇങ്ങനെ ഗുണിക്കണം എന്നുള്ള ക്രിയ മാത്രമാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവിടുന്ന് തന്നെ നമുക്ക് അങ്ങ് സോൾവ് ചെയ്തേക്കാം. അപ്പോ 7 2 ആണ് 14 അല്ലേ? കട്ട് ചെയ്തു. ഇനി 3 1 3 3 7 3 21. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 2/7 കിട്ടി. അപ്പോ ഇവിടെ ഗുണനം എന്നുള്ള ക്രിയ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അംശങ്ങൾ പരസ്പരം ഗുണിക്കുക, ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക, വെട്ടാനുള്ളതാണെങ്കിൽ വെട്ടുക. അടുത്തത് നോക്കാം. 8/18 ഇൻറ്റു 3/15 ഇൻറ്റു 25/9. നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റി എഴുതുന്നില്ല, ഡയറക്റ്റ് കട്ട് ചെയ്യാൻ പോവാണ്. നോക്കാം. 3 1 3 3. അപ്പൊ 9ൽ എത്ര? 3 3 3 9. ഓക്കെ. ഇനി 15 ഉണ്ട്, 25 ഉണ്ട്. 25ൽ 5 5 തവണ, 15ൽ 3 തവണ അല്ലേ? ഇനി ഇവിടെ നോക്കുക, 8ൽ 2 എത്ര തവണയുണ്ട്? 4 തവണ. 18ൽ 9 തവണ അല്ലേ? ഇനി ഒന്നുമില്ലാതെ കട്ട് ചെയ്യാൻ. അപ്പൊ 4 ഗുണം 1 4 ഗുണം 5 20. ഓക്കെ, ഡിവൈഡഡ് ബൈ 9 ഗുണം 3 27 ഗുണം 3 81. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 20/81. അടുത്തത് നോക്കാം. 7 1/2 ഇൻറ്റു 2 1/3. അപ്പൊ ഇത് മിശ്രഭിന്നമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോ ഗുണനത്തിൽ മിശ്രഭിന്നം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റണം, വിഷമഭിന്നമാക്കി മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 2 14 1 15/2 ഇൻറ്റു 2 3 6 1 7/3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം അല്ലെ? കാരണം എന്താ? 15നെ 3 കൊണ്ട് ഹരിക്കാം. 15ൽ 3 എത്ര തവണ പോവും? 5 തവണ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 ഗുണം 7 35/2. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മിശ്രഭിന്നമാക്കി മാറ്റാം അല്ലെ? 35ൽ 2 എത്ര തവണ പൂർണ്ണമായിട്ട് പോകും? 17 തവണ. 17 2 34. 1 ബാക്കി. എത്രയാ? 17 1/2. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 16 ഹരിക്കണം 8 ഹരിക്കണം 4 ഹരിക്കണം 2.
അപ്പൊ നോക്കുക, 16 എന്ന് പറഞ്ഞാൽ 16/1 ആണ്, 8 എന്ന് പറഞ്ഞാൽ 8/1 ആണ്, 4 എന്ന് പറഞ്ഞാൽ 4/1 ആണ്, 2 എന്ന് പറഞ്ഞാൽ 2/1. നമ്മള് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നാണ്. അപ്പൊ ആദ്യം ഇതിലെല്ലാത്തിലും ഹരണമാണ് ക്രിയ. അപ്പൊ ആദ്യം ഞാൻ ഏതാ ചെയ്യേണ്ടത്? നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. അപ്പൊ ആദ്യം ഞാൻ ഈ ക്രിയ ചെയ്യുന്നു. 16/1 ഗുണിക്കണം, ഇതിന്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യുന്നു. ഇതിന്റെ വ്യുൽക്രമം എന്താ? 4/1 വ്യുൽക്രമം 1/4 ആണ്. ഗുണിക്കണം. ഇനി അടുത്തത് ഇത് ചെയ്യുന്നു. 2/1 വ്യുൽക്രമം 1/2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്തായി? ഭിന്നസംഖ്യകളുടെ ഗുണനമായി മാറി. നമ്മൾ ഇത് കട്ട് ചെയ്യുന്നു. 8 2 ആണ് 16. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 1/4 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എ ഹരിക്കണം ബി ഹരിക്കണം സി ഹരിക്കണം ഡി വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? A ഡിവൈഡഡ് ബൈ ബി സി ഡി എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇതാ ഒരു ചോദ്യം കൂടി നോക്കുക. നമ്മൾ ഇങ്ങനെ എഴുതുന്നു, നോക്കുക. 36 ഹരിക്കണം 12 ഹരിക്കണം 6. നോക്കുക, 36 എന്ന് പറഞ്ഞാൽ 36/1 ആണ്. 12 എന്ന് പറഞ്ഞാൽ 12/1 ആണ്. 6 എന്ന് പറഞ്ഞാൽ 6/1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 36/1 ഗുണിക്കണം 1/12 ഗുണിക്കണം 1/6. അപ്പൊ ഇവിടെ ചെയ്ത് 6 6 36 അല്ലേ? 12ൽ 6 എത്ര തവണ പോകും? 2 തവണ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 1/2 ആണ്. അപ്പൊ ഇവിടെ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യയെ കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. 2/3 ഹരിക്കണം 1/3 ഹരിക്കണം 3/2. അപ്പൊ നമുക്കറിയാം, ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2/3 ഗുണിക്കണം 3/1 ഗുണിക്കണം 3/2 നമ്മൾ വീണ്ടും എന്ത് എഴുതി? 2/3 എന്ന് എഴുതി അല്ലെ? അപ്പോ ഈ 3ഉം ഈ 3ഉം ക്യാൻസൽ ആയി. 2 2 4 4/3 ആണ് നമ്മുടെ ആൻസർ. ഇനി ഒരു ചോദ്യം കൂടി നോക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു, 7 1/2 ഹരിക്കണം 2 1/2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹരണത്തിലും ഗുണനത്തിലും വന്നു കഴിഞ്ഞാൽ ഇതിനെ മിശ്രഭിന്നത്തെ നമ്മൾ എന്താക്കി മാറ്റണം? വിഷമ ഭിന്നമാക്കി മാറ്റണം. അപ്പോ 7 2 14 1 15/2 ഹരിക്കണം 2 2 4 1 5/2. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 15/2 ഗുണിക്കണം 2/5 അല്ലേ? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യല്. 15ൽ 5 എത്ര തവണ പോകും? 3 തവണ പോകും. ഓക്കെ അല്ലേ? എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഇനി നമുക്ക് ഭിന്നസംഖ്യകളുടെ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.